പ്രിയ പ്രേക്ഷകരെ, സിം കൊണ്ട് പ്രേക്ഷകരെ കട്ടായി പോയി. കണ്ടിന്യൂസ് ആണ്, മൊബൈലിൻ്റെ കംപ്ലൈൻ്റ് ആണ് കേട്ടോ. ഞാനത് സെപ്പറേറ്റ് തന്നെ ഇടുള്ളൂ, ഒരിക്കലും എഡിറ്റ് ചെയ്തിട്ടില്ല. അങ്ങനെ എവിടെയാണ് നിങ്ങൾക്ക് ഫീലിങ്സ് ഉള്ളത്? പുഷ്പ എന്ന് പറയുന്ന മനുഷ്യൻ താഴേന്ന് വളർന്നു വരികയും ആ താഴേന്ന് വളർന്നു വരുമ്പോൾ ഉണ്ടാവുന്ന ഫീലിങ്സും ഇന്ന് നമ്മുടെ ലോകത്ത് നടക്കുന്ന കാര്യങ്ങൾ നല്ല തുറന്ന് കാണിക്കുകയും അത് രാഷ്ട്രീയത്തിലോട്ട് അയാൾക്ക് സ്വാധീനം കിട്ടുമ്പോൾ അത് ഉപയോഗിക്കുമ്പോൾ നമ്മുടെ നാട്ടിൻ്റെ ഇപ്പോഴത്തെ അവസ്ഥ എന്താണ് അത് തുറന്ന് കാണിക്കുന്നുണ്ട് സിനിമ. അവിടെയാണ് ഞാൻ പകച്ചു വീഴുന്നത്. അല്ലു അർജുൻ എങ്ങനെ ഇങ്ങനെ തുറന്ന് കാണിക്കുന്ന ഒരു സിനിമയ്ക്ക് ഡേറ്റ് കൊടുത്തെന്ന് എനിക്ക് തന്നെ അതിശയമായി. പറ്റത് പോട്ടെ, ഫസ്റ്റ് പാട്ട് അതങ്ങനെ പോകണം. സെക്കൻഡ് പാർട്ടിൽ ഇങ്ങനെ ഒരു സ്ക്രിപ്റ്റ് ചെയ്തപ്പോൾ നമ്മുടെ സുകുമാരനോട് എങ്ങനെ ഈ അല്ലു അർജുൻ കോപ്പറേറ്റ് ചെയ്തു? കാരണം അല്ലു അർജുൻ കഴിഞ്ഞ വർഷം നാഷണൽ അവാർഡ് വാങ്ങിച്ച ആളാണ്. അപ്പോൾ ഇപ്പോഴത്തെ ഒരു ചുറ്റുപാടിലെന്ന് പറഞ്ഞാൽ അയാൾ കോപ്പറേറ്റ് ചെയ്യാൻ ഒരിക്കലും സാധ്യതയില്ല. പക്ഷേ ഈ സിനിമ തുറന്ന് കാണിക്കുകയാണ്. എൻ്റെ ഭായി, നിങ്ങൾ താഴേന്ന് വന്ന മനുഷ്യനാണെങ്കിൽ നിങ്ങൾ ഒതുക്കാൻ നോക്കും. ടോപ്പിലെല്ലാം പൈസ കൊടുത്തുള്ള കളിയാണ് നടക്കുന്നത്. താഴേന്നും മനസ്സിന് വേദന വന്ന്, പ്രീണനം വന്ന്, സമൂഹത്തിൻ്റെ അരാജകത്വവും ജമ്മിത്വവും ജാതിയുടെ വിവർണനവും വേർതിരിവും മതത്തിൻ്റെ വേർതിരിവും ഇങ്ങനെ എല്ലാ രീതിയിലും നമ്മളെ ക്ലാഷ് ചെയ്ത് വെച്ചിരിക്കുന്ന ലോകത്തിൽ ഒരു മനുഷ്യ അവിടെ നിന്നൊക്കെ ഫൈറ്റ് ചെയ്ത് വില്ലനായിട്ട്, നോ ഹീറോ, ഹീസ് ദ വില്ലൻ, ഹീസ് ദ ആൻറ്റി ഹീറോ, സൈക്കോളജിക്കൽ സൈക്കോപാത്തായിട്ടൊരു മനുഷ്യൻ വളർന്നു വന്നിട്ട് സമ്പത്തും കൂടെ അവൻ്റെ കയ്യിൽ വന്നിട്ട് അവൻ്റെ അഭിമാനത്തിന് ക്ഷതമേറ്റുകൊന്ന് അവന് തോന്നിയ ഇത് ഇതിൻ്റെ അപ്പുറം ചെയ്യും. പക്ഷേ ഇതൊക്കെ ചെയ്യുമ്പോഴത്തേക്കും പൈസ കൊണ്ടിറക്കി കൊടുത്തു കഴിഞ്ഞാൽ അണ്ടറിൽ നിൽക്കാൻ നമ്മുടെ എല്ലാ പരിപാടികളും ഉണ്ടെന്ന് തെളിയിക്കുന്ന സിനിമയാണ് ഭായ്. എൻ്റെ സിംഹകുട്ടി പ്രേക്ഷകരെ, പുഷ്പ 2. പുഷ്പ 1 അങ്ങനെ ഒരു പരിപാടിയില്ല. സാധാരണ ഒരു മനുഷ്യൻ ജീവിക്കാൻ നിവൃത്തിയില്ലാതൊക്കെ സ്മഗ്ലിങ്ങിൽ വരുന്നു. സ്മഗ്ലിങ്ങിൽ കൂടെ അയാൾ വളരുന്നു. അതിനൊരു എതിരായിട്ടൊരു പോലീസ് ഓഫീസർ വരുന്നു, അയാളോട്ട് ഫൈറ്റ് ചെയ്യുന്നു. വെച്ചാൽ നാച്ചുറൽ, ഇതൊരു ചെറിയ കാര്യം. പക്ഷേ മലയാളിക്ക് ഇഷ്ടപ്പെടാത്തതിൻ്റെ ഒരു കണ്ടൻറ്റിൽ ഞാൻ നിങ്ങളുടെ അടുത്ത് ഇപ്പോൾ വ്യക്തമായി കഴിഞ്ഞ്, മലയാളിയിലെ ഏറ്റവും താഴെ കിടക്കണവന് ഇത്തിരി സമ്പത്തുണ്ടായി കഴിയുമ്പോൾ എല്ലാവരും ഒരു ജമ്മിത്വ പരിപാടി ഉണ്ട്. ഞങ്ങൾ എന്തൊക്കെയാണ് അത് വേറൊരാൾ പൊളിച്ച് കാണിച്ചാൽ നമ്മളൊട്ടും അംഗീകരിക്കില്ല. കാരണം നമ്മൾ വിദ്യാഭ്യാസമായിട്ട് മുന്നേറി ഇച്ചിരി കാശ് വന്നു, 2 ലിറ്റർ വീട് വെച്ചു, നമുക്ക് കാറുണ്ട്, ഇതൊന്നും നമുക്ക് ദഹിക്കില്ല. അത് പ്രൊജക്റ്റ് ചെയ്ത് കാണിക്കുമ്പോഴേ പള്ളക്ക് കയറും, ആസ്വദിക്കില്ല, എതിർപ്പ് വരും. അതിനിവിടെ കുറേ ബിനാമികളുണ്ട് ഇതിനെയൊക്കെ കളിക്കാനും പൈസ ഇറക്കാനും അതിനെ നെഗറ്റീവ് പറയാനും. എൻ്റെ പ്രേക്ഷകരെ, സിംഹകുട്ടി പ്രേക്ഷകരെ, വെല്ലുവിളിക്കാൻ കഴിവുള്ളവർ ഒരു ഗ്ലോബലൈസേഷനോടൊരു സിനിമ ചെയ്യുകയും യാഥാർത്ഥ്യം വിളിച്ചു പറയുകയും ചെയ്യുന്നുണ്ടെങ്കിൽ ആ സിനിമ നിങ്ങൾ കാണണ്ടേ? ഞാൻ കണ്ടു, അന്തസ്സോടെ പറയണം. യാഥാർത്ഥ്യങ്ങളെ വിളിച്ചു പറയാൻ ഇപ്പോൾ ഈ അടുത്ത കാലത്ത് ഇറങ്ങിയ സിനിമകളിൽ പുഷ്പ 2-നൊപ്പം ഒരു പടവും വരില്ല, പുഷ്പ 1 വരില്ല. വേറെ സിനിമയെ പറയണില്ല. സുകുമാർ തയ്യാറാക്കിയ പുഷ്പ 1 എന്ന് പറഞ്ഞാൽ എൻ്റെ പുറകിലേ നിൽക്കും. പുഷ്പ 2 ഈസ് എ ബെസ്റ്റ് ഫിലിം. നിങ്ങൾ കാണണം. ഇവിടെ യാഥാർത്ഥ്യ സിനിമയിൽ എല്ലായിടും കാണിക്കുന്നുണ്ട്. ഒരു സാധാരണ മനുഷ്യൻ വളർന്ന് പന്തലിച്ച് കഴിഞ്ഞു കഴിഞ്ഞാൽ അവനെ എങ്ങനെയൊക്കെ ഒതുക്കും, ഏതൊക്കെ വിധത്തിൽ ഒതുക്കും. പക്ഷെ അവൻ്റെ കയ്യിൽ കാശ് കൂടെ വന്നാൽ അഭിമാനത്തിന് ക്ഷതം വന്നാൽ അവന് പലതും വിലക്കെടുക്കാൻ പറ്റുന്നതാണ് ഈ ലോകം എന്ന് പുഷ്പ 2 സിനിമ തെളിയിച്ചിരിക്കുകയാണ്. അതുകൊണ്ട് ഞാൻ പറയണേ, പ്രിയ പ്രേക്ഷകരെ, ഞാൻ മലയാളത്തിലെ എല്ലാവരെയും വെല്ലുവിളിക്കണം, റിവ്യൂ ചെയ്ത എല്ലാവരെയും വെല്ലുവിളിക്കണം. ഞാൻ ഓരോ പ്രേക്ഷകരെന്നും പറയണം, അല്ലു അർജുൻ്റെ ഈ സിനിമ, നമ്മുടെ സുകുമാറിൻ്റെ സിനിമ, ഈ പടം നിങ്ങൾ തിയേറ്ററിൽ നിന്ന് കാണണം, യാഥാർത്ഥ്യം തിരിച്ചറിയണം. ഇന്ത്യ എന്നല്ല, ഈ നമ്മുടെ നാട്ടിൽ എന്താണ് നടക്കണമെന്ന് അറിയണം, ഇതുകൊണ്ട് എന്തൊക്കെ സംഭവിച്ചു എന്ന് അറിയണം. അത് തുറന്ന് കാണിച്ചുകൊണ്ട് അതൊരു കൊമേഴ്ഷ്യൽ സിനിമയായിട്ട് ലോകം മൊത്തം മൾട്ടിപ്ലൈ ചെയ്ത് നമ്മുടെ നാട്ടിൽ അത് കാശുണ്ടാക്കാൻ കഴിയുന്ന രീതിയിൽ ഒരു ചിത്രം ചെയ്യാൻ തയ്യാറായി സുകുമാറിന് പറ്റിയെങ്കിൽ, അതിൽ അഭിനയിക്കാൻ അല്ലു അർജുന് പറ്റിയെങ്കിൽ, ലക്ഷ്മി മന്ദാനയ്ക്ക് പറ്റിയെങ്കിൽ, അതിന് കുറേ സപ്പോർട്ട് ആർട്ടിസ്റ്റൊക്കെ പറ്റിയെങ്കിൽ, സപ്പോർട്ട് ആർട്ടിസ്റ്റ് എന്നുള്ളത് എല്ലാവരും എ ഗ്രേഡ് ആർട്ടിസ്റ്റാണ് കേട്ടോ. അല്ലാതെ എനിക്ക് പേര് 4-5 വരെ ഉള്ളൂ. നമ്മുടെ ഡാഡി ഗിരിജയൊക്കെ അതിനകത്ത് വളരെ രാഷ്ട്രീയക്കാരനായിട്ടൊക്കെ ഉണ്ട് കേട്ടോ. പിന്നെ നമ്മൾ റെഗുലർ കാണുന്ന എല്ലാവരും ഉണ്ട്. മറ്റേ ആരെയും പേരെനിക്കറിയില്ല കേട്ടോ. ഞാൻ അതുകൊണ്ടാണ് എനിക്ക് മെമ്മറി ലോസ് കുറച്ച് പ്രശ്നമുണ്ട്, മെമ്മറി ഇത്തിരി കുറവാണ്. അപ്പോൾ അങ്ങനെ ഉള്ളവരുടെ ഒരു കൂട്ടായ്മയോടുകൂടി ഇവരെല്ലാവരും ഒരുമിച്ച് സഹകരിച്ചാലേ പറ്റും. അല്ലെങ്കിൽ ഒന്നും പലരും കഥാപാത്രത്തിന് ഇങ്ങനെയൊന്നും സമ്മതിക്കില്ല. അങ്ങനെ ചെയ്തൊരു സിനിമ ലോകം മൊത്തം ഇറക്കിയിട്ട് പൈസ ഉണ്ടാക്കണമെങ്കിൽ ഏത് മലയാളിക്കായിട്ടാണ് ചുരുക്കിയിരിക്കുന്നത്? നിങ്ങൾക്ക് എന്തിൻ്റെ കുഴപ്പമാടാ? നിങ്ങൾക്ക് എന്തിൻ്റെ കുഴപ്പമാണ്?
നല്ല ചിത്രങ്ങളെയൊക്കെ മോശമെന്ന് പറയാൻ നിങ്ങൾക്കെന്തോ? എന്നിട്ട് ഇവിടെ മലയാളത്തിൽ ഇറങ്ങണയൊക്കെ ഭയങ്കര ഫാമിലി സെൻറ്റിമെൻറ്റ്സ് എന്ന് പറയുമല്ലോ. അപ്പം നിങ്ങൾക്ക് ഒരു ഗുരുവില്ലല്ലോ. മലയാളത്തിൽ ഇപ്പോഴും 100 പടം ഇറങ്ങി കഴിഞ്ഞാൽ 40 ഫാമിലി സെൻറ്റിമെൻറ്റ്സ് ആണല്ലേ. എത്ര പടമാണ് വിജയിക്കുന്നത്? നീയൊക്കെ ആ സിനിമ കാണാറുണ്ടോ? നിൻ്റെയൊക്കെ സ്വന്തം കയ്യിൽ കാശ് കൊടുത്ത് 10 കൂട്ടുകാരെ കൊണ്ട് ആ സിനിമ കാണിക്കുമോ? ഇല്ലല്ലോ. എന്നിട്ട് ഫാമിലി സെൻറ്റിമെൻറ്റ്സ് കാണിച്ചപ്പോൾ നിങ്ങൾക്ക് എന്താ ഗുരു? പുഷ്പ സാധാ സ്ഥലത്ത് നിന്ന് വന്നേടാ. സാധാ സ്ഥലത്ത് നിന്ന് പറഞ്ഞാൽ ഇന്ന് വളർന്നു കഴിയുമ്പോൾ അവന് കരയാൻ പാടില്ലേ? അവന് തമാശ പറയാൻ പാടില്ലേ? അവന് വെള്ളം അടിക്കാൻ പാടില്ലേ? അവന് ഒന്നുമില്ലേ? അല്ലേ ഇപ്പോട്ടെ, അവന് സെക്സും ഇല്ലേ? സെക്സൊക്കെ എന്ത് അന്തസ്സായിട്ടാണ് ഈ സിനിമയെ കാണിക്കുന്നത്? മലയാളിക്ക് നിങ്ങൾ എന്തിനാണ് ഒളിച്ചു വയ്ക്കണത് ഇതിനൊക്കെ? നല്ല എക്സലൻ്റ് ഫിലിം. എൻ്റെ പ്രേക്ഷകരെ, സിംഹക്കുട്ടി പ്രേക്ഷകരെ, നിങ്ങൾക്ക് അല്പമെങ്കിലും ബോധമുണ്ടെങ്കിൽ ഞാൻ പറയുന്നത്, നമ്മളെ നാട്ടിലുള്ള ഏത് സാധനവും ഗ്ലോബലൈസേഷനോട് ചിന്തിച്ചാൽ ഇച്ചിരിയൊക്കെ കൊള്ളാമെങ്കിൽ, ഇത്തിരിയെങ്കിലും കൊള്ളാമെങ്കിൽ നിങ്ങൾ പ്രൊമോട്ട് ചെയ്യൂ. ഇല്ല, പ്രൊമോട്ട് ചെയ്യണ്ട, നെഗറ്റീവ് പറയാതിരിക്കും. സിനിമയാവട്ടെ, ഒരു പ്രോഡക്റ്റ് ആവട്ടെ, നമ്മളെ നാട്ടിൽ പ്രൊഡക്ഷൻ ചെയ്തല്ലോ. ഈ നമ്മളെ നാട്ടിൽ എല്ലാം കൊണ്ടുവന്ന് എല്ലാവരും വിറ്റ് പൈസ കൊണ്ടുപോകണില്ലേ? നമ്മളുണ്ടാക്കുന്ന സാധനം എന്ത് വെളിയിൽ വിറ്റ് പൈസ ഉണ്ടായിക്കൂടാ നമുക്ക്? നമ്മളെ നാട്ടിൽ നിങ്ങളെ കുട്ടികൾക്ക് ജീവിക്കണ്ടേ? നമ്മളെ നാട്ടിൽ കാശ് വന്നാൽ നമ്മളെ പിള്ളേർ നന്നായിട്ട് ജീവിക്കും, നമ്മളും നന്നായിട്ട് ജീവിക്കും. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ഭക്ഷണം വാങ്ങിച്ച് കഴിക്കാം, ഇഷ്ടപ്പെട്ട കാര്യങ്ങൾ ചെയ്യാം, ഇഷ്ടപ്പെട്ട പലതും പ്രോജക്റ്റ് ചെയ്യാം, ഫീസ് അടയ്ക്കാം, മറ്റു കാര്യങ്ങൾ ചെയ്യാം. പൈസ വരാതിരിക്കുമ്പോഴല്ലേ കുഴപ്പം? പൈസ ഉണ്ടാക്കാൻ തന്നെയല്ലേ നിങ്ങൾ വിദേശത്ത് ഉണ്ടാകാൻ പോണത്. അത് തുറന്ന് കാണിക്കുന്നത്. അപ്പോൾ അങ്ങനെ വരുമ്പോൾ നമ്മളെ നാട്ടിലുണ്ടാകുന്ന പ്രോഡക്റ്റ് ലോകമൊട്ടെ മോശമായത് മോശമെന്ന് പറഞ്ഞോളൂ. പക്ഷെ അതിന് ഒരു ലിമിറ്റേഷൻ ഉണ്ട്. മോശമായത് പലതും സായിപ്പ് വൈഡാക്കി പ്രൊമോട്ട് ചെയ്തിട്ട് പൈസ ഉണ്ടാക്കി അവൻ്റെ രാജ്യത്ത് കൊണ്ടെത്തിക്കണം. അവനാ ബോധമുണ്ടോ? പിന്നെ എന്താ വലിയ വിദ്യാഭ്യാസമുള്ള വലിയ ബ്ലോഗ് ചെയ്യണം യാമാമാരെ, നീയൊക്കെ എന്താടാ ചെയ്യണേ? എൻ്റെ രാജ്യത്ത് വരേണ്ട വരുമാനമാണ് നീയൊക്കെ ബ്ലോക്ക് ചെയ്തത്. എൻ്റെ നാട്ടിൽ വരേണ്ട ടാക്സ്, എൻ്റെ നാട്ടിൽ വരേണ്ട തൊഴിൽ, ഇതിനെയാണ് നിങ്ങൾ ഈ സിനിമയിൽ കൂടെ ബ്ലോക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഓരോ മലയാളികളും മേലിൽ നിങ്ങൾ ഇങ്ങനെ ചെയ്യരുത്. ഞാൻ നിങ്ങളുടെ അടുത്ത് ഭീഷണിപ്പെടുത്തുന്നതല്ല, റിക്വസ്റ്റ് ചെയ്യണത്. വിവരമില്ലായ്മയുടെ പുസ്തകം മാത്രം തിന്ന് 4 കെട്ട് ചുവരിനകത്തിരുന്ന് ഇപ്പോഴും പിള്ളേർ, പുതിയ തലമുറയിലെ പിള്ളേരും പഴുത്ത് ടീച്ചേഴ്സിൻ്റെ മാർക്കിന് വേണ്ടി മാത്രം പഠിച്ചിറങ്ങിയിട്ട് ബ്ലോഗ് ചെയ്യണ കുറേ ചെറ്റകളെ നിങ്ങളൊക്കെ നെറ്റ് വഴി മാത്രം പൈസ ഉണ്ടാക്കണമെടുത്ത് ഞാൻ വാൺ ചെയ്യാണ്. നമ്മളെ നാട്ടിൽ വരുന്ന സമ്പത്തിനെ നിങ്ങൾ ബ്ലോക്ക് ചെയ്യരുത്. അതിനുവേണ്ടി പ്രയത്നിച്ച എക്സലൻറ്റ് നല്ല ഫാമിലി ഫീലിങ്സ്, നല്ല എൻ്റർടൈൻമെൻറ്റ് ഫിലിം, നല്ല ആക്ഷൻ സീക്വൻസ്, പറഞ്ഞില്ലേ 3 മണിക്കൂർ 20 മിനിറ്റ് ഞങ്ങൾ പോയാറില്ല. ഇപ്പം എനിക്ക് പോകാതെ പോട്ടെ, എന്നെ വിടൂ. എൻ്റെ കുടുംബത്തിന് അവരൊരു സാധാ മനുഷ്യരാണ്, അവർക്കൊന്നും ഞാൻ സംസാരിക്കും പോലെ എന്നെപ്പോലെ എന്ന് ഞാൻ പറയണില്ല. അവർക്ക് ഇഷ്ടപ്പെട്ടുവെങ്കിൽ ഈ ഒരു സിനിമ മോശമല്ല. എൻ്റെ പ്രിയ പ്രേക്ഷകരെ, ഞാൻ ഒരിക്കൽ കൂടെ ഓർമ്മിക്കുന്നു, എല്ലാ അണിയറ പ്രവർത്തകർക്കും, പുഷ്പ 2-ൻ്റെ എല്ലാ അണിയറ പ്രവർത്തകർക്കും ഇറ്റ്സ് മൈ അപ്രിസിയേഷൻ ഫോർ യു, ഓൾ ഓഫ് യു ടീം. ഞാൻ ഇത് മാത്രമല്ല, ഇങ്ങനെ സിനിമ ഉണ്ടാക്കുന്ന എല്ലാവർക്കും, നമ്മളെ നാട്ടിൽ സിനിമ മാത്രമല്ല എന്തുണ്ടാക്കിയാലും അത് ഗ്ലോബലൈസേഷനോടൊന്ന് ചിന്തിക്കുക. പുതിയ തലമുറയോട് ഞാൻ പറയുന്നത്, നിങ്ങളുടെ കയ്യിലൊരു ഒരു ചെറുതായിരിക്കും ഇരിക്കുന്നത്. നിങ്ങളത് പഞ്ചായത്തിൽ നിർത്തി ചിന്തിക്കരുത്, നിങ്ങളുടെ വീട്ടിൽ നിർത്തി ചിന്തിക്കരുത്. നിങ്ങൾ ചിന്തിക്കണത് എപ്പോഴും വേൾഡ് വൈഡ് ചിന്തിക്കുക. അതിൽ നിന്ന് നിങ്ങൾ തുടങ്ങും. ചിലപ്പോൾ പരാജയപ്പെടാം, 100 പേര് പരാജയപ്പെടാം, അത് കരിയാക്കണ്ട. പക്ഷെ വിജയിക്കുന്ന അനുസരിച്ച് നമ്മളെ നാട് വളരും, നമ്മൾ ഗ്ലോബലൈസേഷനാവും. ഗ്ലോബലൈസേഷനായി നമ്മുടെ നാട്ടിൽ പൈസ വരട്ടെ, നിൻ്റെ വീട്ടിൽ വരട്ടെ. നിൻ്റെ വീട്ടിൽ മില്യനല്ല വരേണ്ടത്, ട്രില്യൺ വരണമെന്ന് പറയണം. കുട്ടികൾ വഴിക്ക് ട്രില്യൺ വരണം. ട്രില്യൺ വരാൻ നമുക്കിതാണ് ഒരു ഓപ്ഷൻ. നമുക്ക് ഏറ്റവും വേഗത്തിലുള്ള മേഖലയാണ് സയൻസ്, ഫിലിം, സ്പോർട്സ്, അങ്ങനെ എന്തൊക്കെ ഇങ്ങനെയുള്ള പല പരിപാടികൾ. നമ്മളെ പെട്ടെന്ന് ഗ്ലോബലൈസേഷൻ കിട്ടണം, പെട്ടെന്ന് ആൾക്കാരുടെ ശ്രദ്ധ പിടിച്ച്